റിയാസ്, എന്തായാലും ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ അവിടെ കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ കൂടി ചേരുന്നുണ്ട്. ജോസഫ്, അവിടെ അർജുന് അന്ത്യയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ആയോ? അവിടെ എത്രത്തോളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്? ഈ കണ്ണാടിക്കലിലെ വീട് ഇപ്പോൾ കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ്. നേതാക്കളടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പി.കെ. ഫിറോസ്, എം.കെ. രാഘവൻ എം പി, പി.കെ. മോഹൻ തുടങ്ങിയ ആളുകൾ ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ഇതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കുടുംബവും അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരും. ജനപ്രവാഹം എന്ന് പറയാം. അതുപോലെ ആളുകൾ അർജുനെ ഒരു നോക്ക് കാണുവാനായി ഈ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മൃതസംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരുക്കങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരുക്കങ്ങളെല്ലാം മൃതസംസ്കാരത്തിനും മറ്റു പൊതുദർശനത്തിനും വേണ്ട ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇത്തരത്തിൽ അർജുനെ ഈ വീട്ടിലേക്ക് എത്തിച്ചേർക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാട്ടുകാരും സുഹൃത്തുക്കളും സഹപാഠികളും അറിഞ്ഞും അറിയാതെയും നേരിട്ട് പരിചയമില്ലാത്തവർ പോലും അർജുനെ ഒരു നോക്ക് കാണാൻ, അതിന്റെ ഭൗതികദേഹം ഒന്ന് കാണാൻ ഇത്തരത്തിൽ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നേതാക്കളായിട്ടുള്ള പി മോഹനൻ, അതുപോലെ പി.കെ. ഫിറോസ്, എം.കെ. രാഘവൻ എം പി തുടങ്ങിയിട്ടുള്ള ഷാഫി പറമ്പിൽ MLA അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. കുടുംബത്തോടൊപ്പം അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഈ ദുഃഖത്തിൽ അവരോടൊപ്പം പങ്കുചേരുകയാണ്. നമുക്കറിയാം, ജൂലൈ 16 ഈ ദാരുണമായ അപകടം ശിരൂരിൽ സംഭവിക്കുന്നത്. പിന്നീട് ഏറെ ദിവസങ്ങൾ അർജുൻ എവിടെ എന്നൊരു ചോദ്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. 72-ാം നാൾ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ അർജുൻ സഞ്ചരിച്ച ലോറിയും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ദുഃഖാർദ്രമായ ഒരു സംഭവം. കേരളം കണ്ട സമാനതകളില്ലാത്ത ഒരു ദൗത്യം, അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. ഈ 72 ദിവസം നീണ്ടു നിന്നൊരു ദൗത്യം കൂടിയായിരുന്നു ഇത്തരത്തിൽ അർജുന് വേണ്ടി കേരളം നടത്തിയത്. പക്ഷേ കണ്ണീരോടെ മടങ്ങുന്നൊരു കാഴ്ച. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ കാർവാറിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം ആംബുലൻസ് നിർത്തിയത് ഈ ഗംഗാവാലി പുഴയുടെ ഓരത്ത് ചേർന്നാണ്. അത് വളരെ വികാര നിർഭരമായ ഒരു നിമിഷമായിരുന്നു. ആ സമയം ജഗന്നാഥിന്റെ മകളും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ പുഴക്കരയിൽ അർജുന്റെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നു. അവർ കണ്ണീരണിഞ്ഞ് അർജുനെ യാത്രയാക്കിയ ഒരു കാഴ്ചയാണ് ആദ്യം കാണാനായത്. അതിനുശേഷം ഇത്തരത്തിൽ ഗംഗാവാലി പുഴയുടെ തീരത്ത് നിന്ന് അർജുൻ യാത്രയായി. വിവിധയിടങ്ങളിൽ ഈ മൃതദേഹത്തെ മലയാളികളും അർജുനെ നേരിട്ട് കണ്ട് പരിചയമില്ലാത്തവരും അർജുനെ ഇത്തരത്തിൽ വാർത്തകളിലൂടെ കണ്ട് പരിചയമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ നാഷണൽ ഹൈവേ 66 വിവിധ ഇരുവശങ്ങളിലുമായി നിലകൊണ്ട് ഇത്തരത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത്, അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചത്. എന്തായാലും ആദ്യം ഉടുപ്പിയിൽ മലയാളി സമാജം അർജുന്റെ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. അതിനുശേഷം തലപ്പാടിയിൽ ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങി. പിന്നീട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുന്റെ മൃതദേഹം അന്തിമോപചാരം അർപ്പിച്ചു. അങ്ങനെ മുഴുനീളെ, അതായത് ആ പാതയോരങ്ങളിൽ വിറനണിഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകൾ, അത് അർജുനെ ആളുകൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിരുന്നു. 72-ാം നാൾ ലഭിച്ച ഉത്തരം അത് നിരാശയായിരുന്നെങ്കിലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമായിരുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസമായിരുന്നു. കാരണം അർജുൻ എവിടെ എന്നൊരു ചോദ്യമാണ് ഈ സമാനതകളില്ലാത്ത ദൗത്യത്തിലുടനീളം ഉരുത്തിരിഞ്ഞത്. പലപ്പോഴും നിരാശയും കോപവും സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ച് ഇത്തരത്തിൽ ഈ ദൗത്യം, അത് അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായതിൽ കർണാടക സർക്കാരിനും ചരിതാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉചിതമായ യാത്രയയപ്പ് നൽകാൻ കർണാടക സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ചിലവുകളും
വഹിക്കുമെന്നും ഇത്തരത്തിൽ കർണാടക സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട അധികാരികളും അർജുനെ അനുഗമിക്കുന്നുണ്ട്. സതീഷ് കൃഷ്ണസേയിൽ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിച്ചേരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലിപീഷ്.